ഇപ്പോൾ ശ്രീ കെ ജയചന്ദ്രൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ ജയചന്ദ്രൻ, ഇങ്ങനെ ഒരു കാര്യവുമുണ്ട്. ഇപ്പോൾ ഇന്ത്യ മുന്നണിയിലുള്ള ആളുകൾ തന്നെയാണ് അന്ന് കേജ്രിവാളിനെതിരെ രംഗത്ത് വന്നതും, അല്ലാതെ BJP അല്ല ഈ പ്ലോട്ട് കൊണ്ടുവന്നത്. ഇപ്പോൾ എല്ലാവരും കേജ്രിവാളിനെ ഒരു വിക്ടിമായി ഇരയായിട്ട് ചിത്രീകരിക്കുന്നു. പക്ഷേ ഈ ചിത്രീകരിക്കുന്നവർ തന്നെയാണ് അന്ന് കേജ്രിവാളിനെതിരെ വന്നത്. ശ്രീ ജയചന്ദ്രൻ. മഞ്ജുഷ, ഞാനതിനെ ഈ മറ്റൊരു തരത്തിൽ കാണാനാണ് എനിക്ക് താല്പര്യം. ഞാൻ അങ്ങനെയാണ് അതിനെ കാണുക. ഈ ഇപ്പോ രാഷ്ട്രീയം വിശദീകരിച്ചതുപോലെയൊന്നുമല്ല ഞാൻ അതിനെ കാണുന്നതും കേട്ടോ. ഈ ഭരണശൈഥില്യം കൊണ്ട് നിസ്സഹായമായ ഒരു ഭരണകൂടത്തിന്റെ ഭയം നിറഞ്ഞ പരാക്രമം, അതാണ് ഈ പരിപാടി എന്നാണ് ഞാൻ കാണുന്നത്. അത് ഇന്ത്യ സഖ്യം അങ്ങനെ കാണുന്നില്ല എന്നുള്ള അവരുടെ ദൗർബല്യമാണ്. അതിനെ അങ്ങനെ വിലയിരുത്തുന്ന ആളുമാണ്. എന്തുകൊണ്ടാണ് ഈ ഭരണശൈഥില്യം എന്നുള്ള ആളെ പരിശോധിക്കേണ്ടത്. ഇപ്പോ കേന്ദ്ര ഭരണകൂടത്തിന് മുമ്പിൽ ഇപ്പോ ഉണ്ടായിട്ടുള്ള ഭരണശൈഥില്യം എന്ന് പറയുന്ന ഒരേ ഒരു കാരണം കൊണ്ടാണ്. അത് പ്രധാനമായും ഇലക്ട്രൽ ബോണ്ടാണ്. ഇലക്ട്രൽ ബോണ്ടില് 8,000 കോടി കിട്ടിയ പാർട്ടിയാണ് BJP. അവരാണ് ഇപ്പോ ആദ്യം 100, പിന്നീട് 100, ഇപ്പൊ 600 കോടി കെജ്രിവാൾ നേരിട്ട് അടിച്ചു മാറ്റി എന്ന് പറയുന്നത്. 8,000 കോടിക്ക് വേണ്ടി ആരെങ്കിലും അറസ്റ്റ് ചെയ്തോ? എവിടെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ നടന്നോ? എല്ലാം നിയമപരമാണെന്ന് കാരണം സുപ്രീം കോടതി എന്താണ് പറഞ്ഞത്? ഭരണഘടനാ വിരുദ്ധം, രാജ്യ താല്പര്യത്തിനെതിര് എന്നും പറഞ്ഞാണല്ലോ ഇതിൽ ഇടപെട്ടത്. അവസാനം സ്ക്രാപ്പ് ചെയ്തത്. ഒരു മാർഗവുമില്ല അതിന്. ഇങ്ങനെ സ്ക്രാപ്പ് ചെയ്യപ്പെട്ടപ്പോ, തൊണ്ടിയോടെ പിടിക്കപ്പെട്ടപ്പോ, ആ മുമ്പിലുണ്ടായത് നടന്നു നിൽക്കുന്ന ഒറ്റ കാര്യമുള്ളൂ: ഭരണശൈഥില്യം. അതാണ് ഡിസിൻറ്റഗ്രേഷൻ ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന, പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേഷൻ ഡിസിൻറ്റഗ്രേഷൻ. അതാണല്ലോ സംഭവിച്ചത്. അതിനെ മറയ്ക്കാൻ ഉള്ള അടിയന്തര നാടകമാണ്, ഒന്നാമത്തെ നാടകമാണ് ഈ അറസ്റ്റ് എന്നാണ് ഞാൻ കാണുന്നത്. അതിന്റെ കാരണം മറ്റൊരു ഈ രാഷ്ട്രീയമായ തെളിവുകൾ ഒട്ടേറെ ഉണ്ട് നമ്മുടെ മുമ്പിൽ. ഡൽഹി മാത്രമല്ല, ഹരിയാന, പഞ്ചാബ്, ഗുജറാത്ത്, ഗോവ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ബിംബമായി തന്നെ വളർന്നു നിൽക്കുന്ന ആളാണ് അരവിന്ദ് കെജ്രിവാൾ. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിലെല്ലാം BJPക്ക് മുഖ്യ വെല്ലുവിളിയാവുന്ന രാഹുൽ ഗാന്ധി അല്ല, അരവിന്ദ് കെജ്രിവാൾ ആണെന്നുള്ളത് ഈ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആർക്കും സ്പഷ്ടമായിട്ടുള്ള കാര്യവുമാണ്. അപ്പൊ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ള ഒരു പ്രശ്നം വരുമ്പോ ഇത് കുബുദ്ധിയിൽ നിന്നാണ് ഉരുത്തിരിയുന്നത്. 2 ദിവസം മുമ്പ് ദത്താത്രേയ ഹൊസബല പറഞ്ഞത് എല്ലാവരും ശ്രദ്ധിച്ചില്ലേ? ഇലക്ട്രൽ ബോണ്ട് നിരോധിച്ചെങ്കിൽ മറ്റ് പല മാർഗങ്ങളും ഉണ്ടെന്ന് വരാൻ, ഇനിയും മറ്റ് പല കാര്യങ്ങളും ഇതുപോലുള്ളത് ഇനി വരും എന്ന് പറയുന്നത് സെക്കൻഡ് ഇൻ കമാൻഡാണ് RSSന്റെ. അത് കഴിഞ്ഞല്ലോ, പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോ ഇത് ഇന്ത്യ സഖ്യം എടുക്കേണ്ടത് ഇത്തരം കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ് ഇതിനെ കേവലമായി കോടതി നടപടികൾ? എന്തായാലും ഏത് രാഷ്ട്രീയ നേതാവ് എന്ത് പറഞ്ഞാലും ശരി, കോടതിക്ക് നിയതമായ നടപടിക്രമങ്ങളുണ്ട്. അതനുസരിച്ച് മുമ്പോട്ട് നീങ്ങും. അതുകൊണ്ടാണല്ലോ കെജ്രിവാളിന്റെ സുപ്രീം കോടതിയിലെ അപേക്ഷ പിൻവലിച്ചിട്ട് ഹൈക്കോടതിയിലേക്ക് പോയത്, വിചാരണ കോടതിയിലേക്ക് പോകുന്നത് അതുകൊണ്ടാണല്ലോ. അപ്പൊ അതൊക്കെ അറിയാം. പക്ഷെ ഇതിനെ പൊളിറ്റിക്കലായിട്ട് നേരിടാൻ ആവാത്തത് കൊണ്ടാണ് BJP അങ്ങനെ ചെയ്തത് എന്ന്. അല്ല, ഇന്ത്യ മുന്നണിക്ക് ഇത് പൊളിറ്റിക്കലായിട്ട് ഉപയോഗപ്പെടുത്തുവാൻ കഴിയില്ല എന്നുള്ള വിലയിരുത്തൽ കൂടി താങ്കൾക്കുണ്ടെന്ന് തോന്നുന്നു താങ്കളുടെ ഈ വർത്തമാനത്തിൽ. നേരത്തെ രാഹുൽ ഗാന്ധിക്കെതിരെ കോടതിയിൽ നിന്ന് നടപടി ഉണ്ടായപ്പോൾ അവിടെ കോൺഗ്രസ് വേണ്ടത്ര ഇക്കാര്യം ക്യാമ്പയിൻ ചെയ്യാൻ മുന്നോട്ട് വന്നില്ല. അവിടെ ഇടത് പാർട്ടികളാണ് കൂടുതലായിട്ട് രാഹുലിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട്, അതല്ലെങ്കിൽ BJPയുടെ ഈ BJP വിരുദ്ധ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടം തുടരുന്നു. അത് നിയമ പോരാട്ടത്തിന്റെ പേരിൽ രാഹുലിനെതിരെ പോലും അങ്ങനെ ഒരു നടപടിയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇടത് പാർട്ടികൾ മുൻപിൽ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ വാദിച്ചിരുന്നു. അവിടെ കോൺഗ്രസിനെ കൊള്ളില്ലായിരുന്നു കാര്യത്തിലെന്ന്. അപ്പോൾ ഇവിടെയും അങ്ങനെ ഈ സഖ്യത്തിൽ ഇത് ഉപയോഗപ്പെടുത്തുവാൻ കഴിയുന്നില്ല എന്നാണോ? വേട്ടയാടൽ എന്ന കാര്യം മുന്നോട്ട് വെക്കാൻ കഴിയുന്നില്ല എന്നാണോ? എന്നെ അറ്റാച്ച് ചെയ്യേണ്ട അതുമായി. ഞാൻ എന്റെ ഇൻഡിപെൻഡന്റ് റെസ്പോൺസ് ആണ് താങ്കളുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് പറഞ്ഞത്. ഞാൻ എപ്പോഴും അങ്ങനെയാണ് പറയാറുള്ളത്. അല്ലാതെ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ ലീനിയൻസിൽ നിന്നുകൊണ്ടല്ല ഞാൻ പ്രവർത്തിക്കുന്നുള്ള മിനിമം മഞ്ജുഷ് പറയുന്നത്. സഖ്യത്തിലെ പാർട്ടികൾക്ക് അത് കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് എന്റെ അസസ്മെന്റ്. അങ്ങനെയാണെന്നേ. അതെന്നെ താങ്കൾ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാനത് പറയുന്നത്. അത് അവരെങ്ങനെ ഉപയോഗപ്പെടുത്തുന്നുള്ള അവരുടെ മാത്രം കാര്യമാണ് എന്നുള്ളതല്ല, ബാക്കി ഇന്ത്യയിലെ മറ്റ് ജനങ്ങളുടെയും കാര്യമാണെന്നേ അത്. അതുകൊണ്ട് എന്റെ അഭിപ്രായം ഞാൻ പറയാതിരിക്കണമോ? അതാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതിനെ അങ്ങനെയാണ് കാണേണ്ടത്. ഈ അഴിമതിയുടെ കാര്യം ആണ് പ്രധാനപ്പെട്ട വിഷയം എന്നുണ്ടെങ്കിൽ അവിടെയാണ് സുപ്രീം കോടതി ഭരണഘടനാ വിരുദ്ധം എന്ന് പറഞ്ഞ കാര്യം നിൽക്കുന്നത് ഒരു വശത്ത്. അത് അത് നിൽക്കുമ്പോ ഈ ഇത്തരം കാര്യങ്ങൾ കൊണ്ട് സംബന്ധിച്ച് നേരിടാനുള്ള വേറെ എത്രയോ മാർഗങ്ങളുണ്ട് ഒരു പൊളിറ്റിക്കൽ ഈ അലയൻസിന്. അത് അവരാലോചിക്കേണ്ട കാര്യമാണ്.
ഞാൻ ആ പൊളിറ്റിക്കൽ അലയൻസിന്റെ ഭാഗമല്ലല്ലോ. പക്ഷെ എന്റെ റിയാക്ഷൻ ഇതാണ്, റെസ്പോൺസ് ഇതാണ്. അതാണ് എനിക്ക് അത് സംബന്ധിച്ച് പറയാനുള്ളത്. പിന്നെ ഈ കെജ്രിവാളിന്റെ കാര്യത്തിൽ അണ്ണാ ഹസാരെ തന്നെ പറഞ്ഞില്ലേ, മദ്യത്തിനെതിരെ നിലപാട് സ്വീകരിച്ച കെജ്രിവാൾ മദ്യനയത്തിന്റെ ഭാഗമായി മാറുന്ന വൈരുദ്ധ്യം, അതൊക്കെ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തെ അങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അതൊരു ഗവൺമെന്റിന്റെ റണ്ണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിന്റെ ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. അതിൽ നിന്നൊരു മുഖ്യമന്ത്രിക്ക് ഇത് ഞാൻ അണ്ണാ ഹസാരെയായിട്ട് ചേർന്ന് ഇങ്ങനെ മുദ്രാവാക്യങ്ങൾക്ക് മുമ്പോട്ട് വെച്ചാണ്, അതുകൊണ്ട് ഡൽഹിയിൽ ഇത് വേണ്ട എന്ന് നിലപാട് വയ്ക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ അണ്ണാ ഹസാരെയുടെ ആ ഒരു ഗാന്ധിയൻ ലൈൻ ഓഫ് അപ്രോച്ചിൽ അത് സാധ്യമായിരിക്കാം. ശരി ശ്രീ എം ജയചന്ദ്രൻ, ഞാൻ ശ്രീ വിനോദ് മാത്യു വിൽസണിലേക്ക് പോവുകയാണ്. ശ്രീ വിനോദ്, ഇവിടെ